റിപ്പോർട്ടർ അന്വേഷണത്തിലൂടെ കഴിഞ്ഞ ദിവസം നീലഗിരി ജില്ലയിലെ കൂനൂരിൽ നിന്നും റിപ്പോർട്ടർ സംഘം കണ്ടെത്തിയ വ്യാജ തേയിലപ്പൊടി കേരളത്തിലെത്തിച്ച് ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് വിശദമായ പരിശോധനയ്ക്ക് നമ്മൾ കൈമാറിയിരുന്നു. ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ തന്നെ അത് വ്യാജ തേയിലപ്പൊടിയാണെന്ന് സ്ഥിരീകരിച്ചിരുന്നു. മാരകമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്ത തേയിലപ്പൊടിയിൽ കളറ് വരുന്നതൊക്കെ തന്നെ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. വിശദമായ പരിശോധനയിൽ അവയിൽ എന്തൊക്കെ തരത്തിലുള്ള രാസപദാർത്ഥങ്ങളാണ് ചേർത്തിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. എനിക്കൊപ്പമുള്ളത് തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസർ കൂടിയായിട്ടുള്ള ശ്രീമതി എം ഷംസിയാണ്. മാഡം, ആ ഒരു പരിശോധനയിൽ എന്തൊക്കെ തരത്തിലുള്ള ഘടകങ്ങളാണ് അതിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്? മാരക രാസപദാർത്ഥങ്ങൾ തന്നെയാണ്. ഇത് തിരൂരിൽ നിന്ന് ഞങ്ങൾ തട്ടുകട സ്ക്വാഡ് ബഹുമാനപ്പെട്ട കേരള ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ നേതൃത്വത്തിൽ തട്ടുകട സ്ക്വാഡ് നവംബർ മാസം നടത്തിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് മലപ്പുറം ജില്ലയിൽ പല സ്ഥലത്തും തട്ടുകട സ്ക്വാഡ് നടത്തിയതിൻ്റെ ഭാഗമായി തിരൂരും വൈകിട്ട് 4:30 മണി മുതൽ രാത്രി ഒരു 8:30 മണി വരെ ഞങ്ങൾ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് നടത്തിയപ്പോൾ തിരൂര് നമുക്ക് ചെമ്പ്രക്കടുത്ത് ഇല്ലത്തപ്പാടം എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്ത് ഒരു തട്ടുകടയിൽ നിന്ന് ഇങ്ങനെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ കൂടി സഹായത്തോടെ തേയിലയിൽ വ്യാജ നിറം പോലെ ഞങ്ങൾക്ക് സംശയാസ്പദമായി തോന്നി. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് അന്ന് തന്നെ എടുത്ത് ഞങ്ങൾ രാത്രി ഒരു 8:30 മണിയോടുകൂടി കാഞ്ഞിരക്കുണ്ട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് 70 കിലോയോളം ഇങ്ങനെ ചാക്കുകളിലായിട്ട് തേയില കണ്ടെത്തി. അപ്പോൾ അതിൻ്റെ സാമ്പിൾ എടുത്ത് അപ്പോൾ തന്നെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ പരിശോധിച്ചപ്പോൾ അതിൽ സിന്തറ്റിക് ഫുഡ് കളർ ചേർത്തിട്ടുണ്ട് എന്നുള്ള പ്രാഥമിക വിവരം ലഭിച്ചു. അപ്പോൾ ആ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ ഓൺ ദ സ്പോട്ട് വെച്ച് തന്നെ ഞാനത് ഞങ്ങളുടെ എൻഫോഴ്സ്മെൻറ്റ് സാമ്പിൾ എടുത്ത് കോഴിക്കോട് റീജിയണൽ അനലിറ്റിക്കൽ ലാബിലേക്ക് അന്ന് തന്നെ പൊതിഞ്ഞ് സാമ്പിൾ തയ്യാറാക്കി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ആ സ്പോട്ടിൽ വെച്ചിട്ട് ഞങ്ങൾ ഈ വ്യാജ തേയിലേനെ സംബന്ധിച്ച് നടത്തിയ അന്വേഷണത്തിൽ മനസ്സിലായത് ഊട്ടിയിൽ നിന്നും കൂനൂരിൽ നിന്നൊക്കെയാണ് ഇത്തരം തേയിലകൾ കൊറിയറായിട്ടാണ് അയച്ചു തന്നതെന്നും അതുപോലെ തന്നെ ഈ ചാക്കുകൾ പരിശോധിച്ചപ്പോൾ അതിൽ വ്യാജമായിട്ടുള്ള അഡ്രസ്സും FSSAI ലൈസൻസ് നമ്പറൊക്കെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച പരിശോധിച്ച് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഊട്ടി അതുപോലെ തന്നെ കൂനൂർ ഭാഗത്തു നിന്നും ഏജൻറ്റ് മുഖേനയാണ് ഇത് കൊണ്ടുവരുന്നത്. എന്തായാലും തിരൂർ ഇത് ഇപ്പോൾ റിസൾട്ട് അതിൻ്റെ വന്നിട്ടുണ്ട്. അതിൽ കാർമോസിൻ, സൺസെറ്റ് യെല്ലോ, ടാർട്രസിൻ തുടങ്ങിയ കൃത്രിമ നിറങ്ങൾ, അതായത് തേയിലയിൽ ചേർക്കാൻ അനുവാദമില്ലാത്ത കൃത്രിമ നിറങ്ങൾ ചേർത്തിട്ട് ആണ് അവിടെ ഞാൻ ആ വീട്ടിൽ നിന്ന് സീസ് ചെയ്തതും പിടികൂടിയ തേയിലയിലുണ്ട് എന്ന ലാബ് റിപ്പോർട്ട് കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് ഇത് പ്രോസിക്യൂഷൻ നടപടികൾക്കായിട്ട് ഉള്ള പേപ്പേഴ്സ് നീക്കം ചെയ്ത് സാങ്ഷൻ കിട്ടിയാലുടനെ അത് തിരൂർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതാണ്. മാസങ്ങൾക്ക് മുൻപായിരുന്നു തിരൂർ ഭക്ഷ്യസുരക്ഷാ ഓഫീസറുടെ നേതൃത്വത്തിൽ ഇവിടെ സമീപ പ്രദേശത്തുള്ള ഒരു മേഖലയിൽ പരിശോധന നടത്തുകയും സമാനമായ രീതിയിൽ കൂനൂരിൽ നിന്നും കൊണ്ടുവന്ന വ്യാജ തേയിലപ്പൊടി പിടികൂടുകയും ചെയ്തിരുന്നു. ആ ഒരു ഘട്ടത്തിൽ വിശദമായ പരിശോധനയ്ക്ക് വേണ്ടി അയച്ചിരുന്നു. ആ ഒരു പരിശോധനാ ഫലമാണ് ഇപ്പോൾ ഓഫീസർ നമ്മളോട് പങ്കുവച്ചിട്ടുള്ളത്. സമാനമായിട്ടുള്ള ഘടകങ്ങൾ തന്നെയാണ് നമ്മൾ കൂനൂരിൽ നിന്നും കണ്ടെത്തിയ വ്യാജ തേയിലപ്പൊടിയിലുമുള്ളത് എന്നുള്ളതാണ്. എൻ്റെ കയ്യിലുള്ള ഈ തേയിലപ്പൊടിയായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മൾ പരിശോധനയ്ക്കായി കൊടുത്തിരുന്നത്. ഇവയിലും സമാനമായ രീതിയിലുള്ള എലമെന്റ്സ് തന്നെയാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതെന്താണെന്ന് പറയാം. ഇത് കഴിഞ്ഞ ദിവസം ഇങ്ങനെ തന്ന സാമ്പിളുകളുടെ ഇപ്പോൾ ഞങ്ങളുടെ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൽ നോക്കിയപ്പോൾ അതിലും ഇങ്ങനെ കൃത്രിമ നിറമുണ്ട് എന്ന രീതിക്കാണ് നമുക്ക് റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തിരൂർ മേഖലയിൽ തട്ടുകടകളിലും ഇപ്പോൾ എല്ലാ മാസവും 2-3 വട്ടമായിട്ട് തട്ടുകളിൽ മാത്രം പരിശോധിച്ച് വൈകുന്നേരങ്ങളിൽ സ്ക്വാഡ് ഉണ്ട്. തിരൂർ മേഖലയിൽ ഇപ്പോൾ കൃത്രിമ നിറം എവിടെ നിന്നും കിട്ടുന്നില്ല, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. എലമെന്റ്സിനെ കുറിച്ച് പറയാമോ? സൺസെറ്റ് യെല്ലോ അത് ഇപ്പോൾ നമുക്ക് അന്ന് തിരൂരിൽ നിന്ന് ഈ ഊട്ടി ചായപ്പൊടി, അതായത് കൂനൂരിൽ നിന്നുള്ള ചായപ്പൊടിയിൽ കിട്ടിയ കളറ് ഈ പറഞ്ഞ പോലെ കാർമോസിൻ, സൺസെറ്റ് യെല്ലോ, ടാർട്രസിൻ എന്ന 3 കൃത്രിമ നിറങ്ങളാണ്. അപ്പോൾ അത് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം തേയിലയിൽ ചേർക്കാൻ അതിന് അനുമതിയില്ല. കാരണം തേയില എന്ന് പറഞ്ഞ ഒരു ഭക്ഷ്യവസ്തു എന്ന് പറഞ്ഞാൽ അതിൽ ഫ്ലേവനോയിഡ്സ് പോലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഘടകങ്ങളുണ്ട്. ആ ഫ്ലേവനോയിഡ്സ് ആണ് തേയിലയുടെ ആ നിറവും, അത് തിയാഫ്ലേവിൻ എന്ന് പറഞ്ഞൊരു കമ്പോണൻ്റാണ് അതിന് ആ നിറവും ആ കളറും തരുന്നത്. അപ്പോൾ നാച്ചുറലായിട്ട് അങ്ങനെ ഒരു തേയിലക്ക് ഒരു കളറും നിറവും ഉള്ള സമയത്ത് നമ്മൾ കൃത്രിമ നിറം ചേർക്കേണ്ട കാര്യമില്ല. അന്നത്തെ പരിശോധനാ ഫലത്തിൽ കണ്ടെത്തിയ അതേ റിസൾട്ട് തന്നെയാണ് നമ്മൾ നിങ്ങളുടെ കയ്യിൽ തന്ന ഈ തേയിലപ്പൊടിയിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൽ മൊബൈൽ ഫുഡ് ടെസ്റ്റിംഗ് ലാബിൻ്റെ പ്രാഥമിക പരിശോധനയിൽ ഇതിൽ ആ 3 കളേഴ്സാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. രാസപദാർത്ഥങ്ങളൊക്കെ ചേർത്ത് ചായപ്പൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ചായ കുടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഇത് ഈ സിന്തറ്റിക് ഫുഡ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ മെയിൻലി അലർജിക് റിയാക്ഷൻസ് ചിലവരിൽ ഉണ്ടാക്കാം. ഇപ്പോൾ കുട്ടികളാണെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ പറഞ്ഞാൽ ലോങ് ടേമിൽ ഹൈപ്പർ ആക്ടിവിറ്റി പറഞ്ഞാൽ ചിലവർക്ക് അലർജിക് റിയാക്ഷൻസ്, ചിലവർക്ക് ആന്തരികമായിട്ടുള്ള മറ്റ് പല ഹെൽത്ത് എഫക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതെ, അത് ചിലവരിൽ അത്
ട്രിഗർ ചെയ്യുന്നുണ്ട് എന്നുള്ള പഠനങ്ങളുണ്ട്. പക്ഷേ എന്താ പറയുക, ഇതൊന്നും 100% സിമെൻറ്റഡ് ആയിട്ടുള്ള സ്റ്റഡീസ് അല്ല. പക്ഷേ ചേർക്കാൻ അനുവാദമില്ല, കാരണം ഇത്തരം അലർജിക് റിയാക്ഷൻസും ഹൈപ്പർ ആക്ടിവിറ്റിക്കും റീസൺ ആവുന്നുണ്ട്. നിങ്ങൾ ഈ പിടിക്കുന്ന കേസുകൾ ഉൾപ്പെടെ പരിശോധിച്ച് അത് കേന്ദ്രീകരിച്ച് ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിലാണ് ഇതിൻ്റെ ഉറവിടം കൂനൂരാണെന്ന്, പ്രധാനപ്പെട്ട ഉറവിടം കൂനൂരാണെന്ന് കണ്ടെത്തുന്നത്. അതിപ്പോൾ സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിൻ്റെ ഏജൻറ്റിനെ ഉൾപ്പെടെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു. ആ വാർത്ത കണ്ടിരുന്നോ? സ്വാഭാവികമായിട്ടും ആ ഒരു മേഖലയിൽ നിന്നാണ് അത് കൊണ്ടുവരുന്നത് ഇപ്പോൾ സ്ഥിരീകരിക്കപ്പെടുന്നത്. ഞാൻ ആ വാർത്ത കണ്ടായിരുന്നു. അതേ തേയിലയാണ് ഇപ്പോൾ തിരൂരിൽ നിന്ന് ഇവിടുന്ന് നമ്മൾ നവംബർ മാസം പിടിച്ചതും. ഇപ്പോൾ ആ തേയില ഇവിടെ തിരൂര് വരുന്നില്ല. അത് കാരണം മറ്റേ ഓൾറെഡി അയാൾക്ക് ആ പ്രോസിക്യൂഷൻ നടപടികൾ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ഈ തിരൂർ ഏരിയയിൽ ഇപ്പോൾ ഈ ഇടക്കായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ചോദിക്കുന്നതാണ്, അതിൽ ആ ഏജന്റ് പറയുന്ന പോലെ തന്നെ കൊറിയർ അയച്ചു തരാമെന്നാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പിടിച്ച കേസുകൾ ഉൾപ്പെടെ കൊറിയറാണ് വന്നിട്ടുള്ളത്. അതെ, ഇവിടെയും കൊറിയറാണ് അത് അയച്ചത്. അല്ലാതെ ആ ചാക്കുകളൊക്കെ KRS റോഡ്വേസ് എന്ന കൊറിയർ വഴി വന്നതാണ്. ഓരോ പേരോ പാക്കിംഗ് ഡേറ്റോ എക്സ്പയറി ഡേറ്റോ ഒന്നും ഇല്ലാത്ത. അതെ, ലേബലിൽ പാക്കിംഗ് ഡീറ്റെയിൽസ് മര്യാദക്ക് പറഞ്ഞാൽ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ വ്യാജമാണ്, ശരിയായിട്ടുള്ള പാക്കിംഗ് ഡീറ്റെയിൽസ് അല്ല. പക്ഷേ സാമ്പിൾ എടുത്ത സമയത്തുള്ള ആളാണ് പറഞ്ഞത് ഇത് കൂനൂർ, അതായത് ഊട്ടിയിൽ നിന്ന് വന്ന ഊട്ടി ചായപ്പൊടി എന്ന് തന്നെയാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. പശ്ചാത്തലത്തിലായിരുന്നു ഇത്തരം ഒരു ഓപ്പറേഷൻ ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇറങ്ങിയത്? കാരണം കടുപ്പമേറിയ ചായക്കുള്ള പ്രേമികളെ അതിന് കേന്ദ്രീകരിച്ചാണ് ഇത്തരം ചായപ്പൊടികൾ കൊണ്ടുവരുന്നതെന്ന് പറയപ്പെടുന്നത്. ഇതിന് ചെലവും കുറവാണെന്ന് തോന്നുന്നു അവരെ സംബന്ധിച്ച്. അതെ, കാരണം ഒരു സാധാരണ തേയില എന്ന് പറയുന്നത് പെർ kg 350 രൂപ വരെ വരുന്നുണ്ട്. അതേസമയത്ത് ഇത്തരം കളർ ചേർത്ത്, അതായത് കടുപ്പമേറിയതും എന്നാൽ കളർ ചേർത്തതായിട്ടുള്ള ചായപ്പൊടി 1 കിലോയ്ക്ക് 200 രൂപ വരെ വരുന്നുള്ളൂ. അപ്പോൾ ഒരു 150 മുതൽ 200 രൂപയുടെ വ്യത്യാസം, അതാണ് ഒരു നല്ല തേയിലയിലും ഇങ്ങനൊരു വ്യാജ തേയിലയിലും വ്യത്യാസം വരുന്നത്. ഇനി എൻ്റെ പരിശോധനയിൽ കണ്ടെത്തിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്തരം തേയിലകൾ ഇവർ സാധാരണ ഒരു കട ബേസ് ചെയ്തല്ല ഇത് സെയിൽ. ഇത് ഓൺലി തട്ടുകടകൾ അല്ലെങ്കിൽ ചായ വളരെയധികം വിൽക്കുന്ന കടകളിൽ ഏജൻറ്റുമാരാണെങ്കിൽ 2 വീലറിലോ അങ്ങനെയുള്ള വണ്ടികളിലെത്തി ഒരു പാക്കിംഗ് ഡീറ്റെയിൽസ് ഒന്നും ഉണ്ടാവില്ല, അങ്ങനെ കൊണ്ടുവന്നാണ് കൊടുക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ ഇവർക്ക് ഇപ്പോൾ വലിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സാണ് ഇവർ കൊറിയർ അയച്ചു തരുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യാജമായ അഡ്രസ്സുകൾ വെച്ചാണ് കൊറിയർ അയക്കുന്നത്. അതിൻ്റെ പുറകിൽ നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ ബില്ലോ ഒരു കാര്യങ്ങളും കൊടുക്കുന്നില്ല, വെറുതെ കൊറിയർ അയച്ചു കൊടുക്കുന്നുള്ളൂ. ഗൂഗിൾ പേ ആയിട്ടാണ് ഒരു പേയ്മെൻറ്റ് വാങ്ങിക്കുന്നത്. നീലഗിരി മേഖലയിൽ ഞങ്ങൾ എത്തുന്നതിൻ്റെ തൊട്ട് മുൻപ് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ പരിശോധന നടന്നുവെന്ന് പറഞ്ഞിരുന്നു. നമ്മുടെ ഇൻവെസ്റ്റിഗേഷന് പിന്നാലെ അവർ വീണ്ടും പരിശോധനയൊക്കെ കർശനമാകും. നിങ്ങൾക്ക് ഇവിടെ നിന്നും എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ? നമ്മൾക്കും സ്ട്രിക്റ്റ് ആയിട്ട് ഡയറക്ഷൻസ് ബഹുമാനപ്പെട്ട കമ്മീഷണറിൻ്റെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കിട്ടിയിട്ടുണ്ട്. തേയിലയുടെ സാമ്പിൾസ് എല്ലാ സ്ഥലത്തുനിന്നും എടുക്കാനുള്ള നമുക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശമുണ്ട്. തീർച്ചയായും കഴിഞ്ഞ നവംബറിൽ പിടികൂടിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും സ്ഥിരീകരിച്ചിരുന്നു കൂനൂർ പോലെയുള്ള മേഖലയിൽ നിന്നാണ് വ്യാജ തേയിലപ്പൊടി വ്യാപകമായി ഇങ്ങോട്ടേക്ക് വിതരണം ചെയ്യപ്പെടുന്നതെന്ന്. റിപ്പോർട്ടറിൻ്റെ അന്വേഷണത്തിൽ അത് പൂർണ്ണമായിട്ടും സ്ഥിരീകരിക്കുന്നുണ്ട്. ഏജന്റ് നമ്മളോട് സംസാരിച്ച ഘട്ടത്തിൽ തന്നെ വ്യക്തമാക്കുന്നതാണ് കൊറിയർ അയച്ചു തരാമെന്നുള്ളത്. സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ലഭിച്ച ചായപ്പൊടി ഇവിടെ എത്തി പരിശോധന നടത്തിയ ഘട്ടത്തിൽ ലഭിച്ച റിസൾട്ടിനെ കുറിച്ചാണ് വിശദമായി ഓഫീസർ നമ്മളോട് സംസാരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ഒരു മേഖലയിൽ, മലപ്പുറം ജില്ലയിലെ ഒരു മേഖലയിൽ ഇപ്പോൾ ഇത്തരത്തിലുള്ള തേയിലപ്പൊടികൾ വിതരണം ചെയ്യുന്നില്ല. അതുമായി ബന്ധപ്പെട്ട നടപടികളൊക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഓഫീസർ നമ്മളോട് വ്യക്തമാക്കുന്നത്. കേരളത്തിലുടനീളം സമാനമായിട്ടുള്ള പരിശോധനകൾ നടന്നു വരികയാണെന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് അർലായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.